ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടോ, പിന്നെ കോമ്പിനേഷനായിട്ട് പഴമുണ്ട്. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ പുട്ടിങ്ങനെ തള്ളിക്കൊണ്ടുപോയിരിക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ പുട്ട് തള്ളിമറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരേ ജോലികളായിട്ട് അങ്ങനെ പോകുമല്ലോ. പാത്രം കഴുകലായി, മുറ്റടിക്കലായി, അകം അടിക്കലായി, അങ്ങനെ പല പല ജോലികളാട്ടോ. അപ്പോൾ ഈ ജോലികൾക്കാണെങ്കിൽ ഒരവസാനമില്ല, ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കാം. അങ്ങനെ കുറേ ജോലികൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചൂടല്ലേ, നല്ല ദാഹമുണ്ട്. അപ്പോൾ മാങ്ങ ഉണ്ടായി, അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കാച്ചിയ പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പാലിട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാങ്ങ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്, പാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ മാങ്ങയും പാലും പഞ്ചസാര ഇട്ടിട്ട് ഇന്ന് കുറച്ച് ലൂസായിട്ടാട്ടോ അടിച്ചെടുക്കേണ്ടത്. സ്മൂത്തി പോലെയല്ല, ജ്യൂസായിട്ട് ദാഹം മാറണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിക്കടിച്ചാൽ സ്മൂത്തി ആയിട്ട് എടുക്കാം. പിന്നെ ഇന്നിവിടെ 2 പേര് കൂടുതലുണ്ട് കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ മക്കളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള ദിവസമല്ലേ, അപ്പോൾ എന്നാൽ ജ്യൂസ് ആണ് തികയുള്ളൂ, സ്മൂത്തി തികയൂല. അപ്പോൾ അതുകൊണ്ട് സ്മൂത്തി ആക്കി. അങ്ങനെ സ്മൂത്തി അല്ല, ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കട്ടെ, ഇങ്ങനെ ഒരേ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ എത്ര ചെയ്താലും തീരൂല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡുള്ള സമയത്താണെങ്കിൽ ഇവർ മക്കളും ഹസ്ബൻഡും കൂടി എന്നെ കളിയാക്കൂട്ടോ. ഉമ്മച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്, ഇപ്പം തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും, വീണ്ടും അങ്ങോട്ട് പോകും, എന്തിനാ പോണേന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചാരത്തിലാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കൂട്ടോ. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോണത് ഒന്നെങ്കിൽ കയ്യിലൊരു ചൂലുണ്ടാവും, ഇങ്ങോട്ട് വേണമെന്ന് പറയണത് തിരിച്ച് നമ്മുടെ കയ്യിൽ ഒരു നനഞ്ഞ തുണി ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് തുടയ്ക്കാനുണ്ടാവും. ഒരു വീട്ടമ്മേനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചൂലും ഒരു നനഞ്ഞ തുണിയും അതാണല്ലോ അവരുടെ ആയുധങ്ങൾ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മുഷിഞ്ഞെടുക്കുന്നുണ്ടാവും. നമുക്കതിൻ്റേതായ പണികളും ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് ഇവർ കളിയാക്കി പറയണതാണ്. അപ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരത്തിൽ ഏർപ്പെടണതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ എന്നെ കളിയാക്കാൻ വേണ്ടി പറയണതാണ്, അവർക്കറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വലിയ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ തന്നെ ജോലി ചെയ്തോട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആളുകളല്ല കേട്ടോ, നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തൊക്കെ തരും. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടികളാട്ടോ. അപ്പോൾ ഉച്ചയ്ക്കിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിക്കനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിന് കുറച്ച് സവാള ആദ്യമേ തന്നെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല വരട്ടി അതും വെച്ചിട്ടുണ്ട്, ബാക്കി കറി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് പിന്നെ സവാള മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് അത് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ചൂടാണ് വെയിലാണെന്നൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഇങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി അതൊക്കെ ആട്ടോ ഇഷ്ടം. നമ്മൾ അപ്പോൾ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ച് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കണതാണ്. എല്ലാവരും കൂടുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ മാത്രമുള്ളപ്പോൾ നമ്മൾ സാദാ ചോറ് ആണ് എനിക്കിഷ്ടം കേട്ടോ, വേനൽക്കാലത്ത് പ്രത്യേകിച്ചും. പിന്നെ തേങ്ങാച്ചോറ് വെച്ചാലും നല്ലതാണ്, നമുക്ക് ദാഹിക്കില്ല. നെയ്ച്ചോറ് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ദാഹം വരും. പിന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരകവും പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മൂത്തപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. പിന്നെ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിയും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ, അതും അതിൻ്റെ കൂടെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇതിനിടയ്ക്ക് നമ്മുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് വെള്ളം തിളച്ചിട്ടുണ്ടായില്ല കേട്ടോ, ഞാൻ അതിന് മുമ്പാണ് ഇത് ചെയ്തത്. ഒരു സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ആ നീര് ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ ചോറ് ഒന്നുമോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തിട്ട് അതും ഇന്ന് വിനാഗിരിയിൽ തന്നെയായിട്ട് ചെയ്തത്. ഒരു സലാഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സർലാസ്. പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും സിമ്മിലേക്ക് ഇട്ടേക്കണം. അപ്പോൾ സിമ്മിൽ കിടന്ന് വെന്ത് പാകത്തിന് വേവുള്ള ചോറായിട്ട് വരും. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുകൂടി തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മയത്തോടു കൂടി ഇരുന്നോളും. അങ്ങനെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് ഡിഷ് അതുകൊണ്ട് കുറച്ച് അച്ചാറും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മാങ്ങ അച്ചാർ കാണിച്ചില്ല, അതിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം വേസ്റ്റാക്കി കളയാൻ പറ്റില്ല, ബാക്കി ഫ്രിഡ്ജിലുണ്ട്. പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചില സമയത്ത് എല്ലാം കൂട്ടി തീർക്കും, ചില സമയത്ത് അതവിടെ വേസ്റ്റാക്കി വെച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്ത് വയ്ക്കുള്ളൂ പുറത്ത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.